ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയാലോ. അപ്പോൾ വിചാരിച്ചു ഞങ്ങളുടെ ഉച്ചഭക്ഷണം അതുപോലെ ഞങ്ങളുടെ ഒരു ദിവസം എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഈ ചീര ഞങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്ത് എടുത്തതാണ് കേട്ടോ. നല്ല ഫ്രഷ് ചീരയാണ്. അങ്ങനെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായി അരിഞ്ഞ് നമുക്ക് തോരൻ വെക്കാം. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ചോറ് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വാർത്തെടുക്കാം. ഇവിടെ ഞങ്ങൾ വാർത്തെടുക്കലാണ്. പക്ഷെ എൻ്റെ നാട്ടിൽ അങ്ങനെയല്ല. ഒരു തവി വെച്ചിട്ട് കോരിയിട്ട് ഒരു ചെറുവത്തിലിട്ടുകൊണ്ട് അതൊന്ന് പൊരിച്ചെടുക്കലാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ വാർത്തെടുക്കാറൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് എല്ലാം ഇങ്ങനെ ഓക്കെ ആയി വരുന്നുണ്ട്. നേരത്തെയൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലൂടെ വെള്ളമൊക്കെ പോയിട്ട് വിരലൊക്കെ ഒത്തിരി പൊള്ളലൊക്കെ വന്നിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാം ചെയ്തിങ്ങനെ ശരിയായി വരുന്നുണ്ട്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ റെഡിയായി. പച്ചക്കറി നമ്മൾ കുക്കറിലാണ് വേവിച്ച് വെച്ചിരുന്നത് കേട്ടോ. വെള്ളരിക്കയും തക്കാളി മുരിങ്ങയ്ക്കായിരുന്നു. അപ്പോഴേക്കും അതിക്കുള്ള അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് കടർത്തി എടുത്താൽ മതി കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ കറിക്ക് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചക്കറി. ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ പച്ചക്കറി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് പച്ചക്കറി വെച്ചിട്ടുള്ള കറികളും കൂട്ടാനുകളാണ്. ഞങ്ങളുടെ ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞു. തൂത്തുവാരലും പാത്രം കേൾക്കലും തറ തുടക്കലും തുണി നനയ്ക്കലും ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഉച്ചയ്ക്കുള്ള ജോലിയൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ ഞങ്ങൾ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ 3 പെണ്ണുങ്ങൾ മാത്രമേ കഴിക്കാനുള്ളൂ. ഈ ഷിജൊക്കെ ജോലിക്ക് പോയല്ലോ. അവരിഞ്ഞ് വരുമ്പോഴേക്ക് വൈകുന്നേരം ആകും. അപ്പം ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇതൊക്കെ തന്നെയുള്ളൂ. ആണെങ്കിൽ 10 മണിയാകുമ്പോൾ മിന്നു അങ്കവാടിയിലും പോവും. പിന്നെ അവൾ വരുമ്പോഴേക്ക് ഒരു 3-3:30 ആവും. അങ്ങനെ കറിയിൽ അരപ്പൊക്കെ ചേർത്ത് ഇങ്ങനെ കടർക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇനി കടുവറുത്തുകൊണ്ട് കറിയിലോട്ട് ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കറി നമ്മൾ പച്ചക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാനുള്ള ചീര നമുക്ക് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇവിടെയാണെങ്കിൽ തോരൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത് എടുത്തതായതുകൊണ്ട് ഇതിൽ കീടനാശിനിയൊന്നും ചേർത്തിട്ടില്ലല്ലോ. നല്ല ഫ്രഷ് ചീരയല്ലേ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ചീര നമ്മൾ അരിഞ്ഞെടുത്തിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ തിരുമ്മിയെടുക്കാം. അങ്ങനെ അരപ്പിനുള്ള തേങ്ങ ഒക്കെ ചിരവി വെച്ച് വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും ചേർത്ത് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ട് തോരനകത്ത് ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിന് അധികം കറികളൊന്നുമില്ല കേട്ടോ. മീൻ കിട്ടിയൊന്നുമില്ല. അപ്പോൾ പച്ചക്കറി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഇന്ന് തോരനും പച്ചക്കറിയും അച്ചാറും അതൊക്കെയേ ഉള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന്. അതിൻ്റെ ഇടയ്ക്ക് സുറുമി മാവ് പോയിട്ട് ഒരു 10-15 മാങ്ങ പറിച്ചു. ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ് അവൾ മാങ്ങ പറിച്ചത്. എന്നിട്ട് അവൾ ചെറുതായിട്ട് ഇങ്ങനെ നീളക്കനെ അറിയുന്നുണ്ട്. എന്നിട്ട് ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ പെറുക്കി തിന്നാലോ. നല്ല ഉപ്പും മുളകും പുളിയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. ഇവിടെ എല്ലാവർക്കും ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ മാങ്ങ ഉണ്ടാകുമ്പോൾ ഞങ്ങളിങ്ങനെ എപ്പോഴും ഉപ്പിലിട്ടുങ്ങാണ്ട് ഇങ്ങനെ വെക്കുന്നൊരു ചുമ്മാ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതേപോലെ മഴ പെയ്യുമ്പോഴൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ കൂട്ടാനുകൾ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചീര റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരനാണ്. പിന്നെ പച്ചക്കറിയുണ്ട്. ഇനി നമുക്ക് കഴിക്കാനുള്ള ചോറും കറികളൊക്കെ വിളമ്പാം. ആദ്യം നമുക്ക് കുറച്ച് ചീരത്തോരൻ എടുക്കാം. അങ്ങനെ ചീരത്തോരനൊക്കെ എടുത്ത് അതിനുശേഷം നമുക്ക് കുറച്ച് പച്ചക്കറികൾ ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് മാങ്ങച്ചാറും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ ചോറും കറികളൊക്കെ വിളമ്പി ഇനി ഞങ്ങളൊന്ന് കഴിച്ചിട്ട് വരട്ടെ. കണ്ടോ ഗൈസ്, ഞങ്ങളുടെ വീട്ടിലെ ബോഗൻവില്ല കണ്ടോ. ഒത്തിരി പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ പൊഴിഞ്ഞു പോയി. നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് കുട്ടികൾ കൈകൊട്ടിക്കളി കളിക്കുന്നുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാനും സുറുമിയും മാമിയും കൂടിയാണ് പോകുന്നത്. സുറുമി മുന്നിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്താണ് കൈകൊട്ടി കളി കേട്ടോ. അപ്പം സുറുമി മുന്നിൽ ഇറങ്ങിയിട്ടുണ്ട്. അതാ അവളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ കനാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ കനാൽ കേട്ടോ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ കനാൽ. ഇന്ന് വെള്ളം കുറവാണ് കേട്ടോ. മറ്റേ ഇങ്ങനെ നല്ല 2 കരയും മുട്ടി നിൽക്കും. അത്രയേ വെള്ളം ഉണ്ടാവും കേട്ടോ. ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ ഏക ആശ്രയമാണ് ഈ കനാൽ. കണ്ടോ, അവിടെ ഒരു തിരുമാങ്കല്ലൊക്കെ ഉണ്ട്. ഞങ്ങൾ അതുവഴി വന്ന് ഇങ്ങനെ ഇറങ്ങി തുണിയൊക്കെ നനക്കും കേട്ടോ. കുട്ടികൾ വൈകുന്നേരം രാവിലെയൊക്കെ കുട്ടികൾ ഇതിനകത്ത് വന്നിട്ട് കുളിയും നാനയൊക്കെ കഴിഞ്ഞിട്ടേ അവർ പോകും. അങ്ങനെ ഞങ്ങൾ കൈകൊട്ടിക്കളി കളിക്കുന്ന സ്ഥലത്ത് എത്തി കേട്ടോ. ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കുട്ടികളെ കളി കാണാൻ കേട്ടോ. നന്നായിട്ട് അവർ കളിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യാണ്.
അങ്ങനെ ഞങ്ങൾ കുട്ടികളുടെ കൈക്കുട്ടി കളിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വരാണ്. മിന്നു മുന്നിൽ നടക്കുന്നുണ്ട്, സുറുമിയുണ്ട്, മാമിയുണ്ട്. ഇന്ന് നല്ല പോലെ മഴ പെയ്യുന്നാ തോന്നുന്നത് കേട്ടോ. മേഘം കണ്ടിട്ട് നല്ല കൂരാപ്പൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇരുട്ട് മൂടി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.